ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 48ന്റെ റിവ്യൂ ആണ്. ഇന്നത്തെ ലൈവിൽ പ്രധാനമായിട്ടും ബിഗ് ബോസ് ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഒരു പണി ഇവരെ കൊണ്ട് എടുപ്പിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് രണ്ട് സ്പോൺസേഡ് പരിപാടികളുണ്ടായിരുന്നു. ഒന്ന് പവി ദ കെയർ ടേക്കർ എന്ന ദിലീപ് ചിത്രത്തിൻ്റെ പ്രൊമോഷൻ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ടാസ്ക്, പിന്നെ ഉള്ളത് അമൃതവേണിയുടെ സ്പോൺസേഡ് ടാസ്ക്. ഇത് മാത്രമാണ് കാര്യമായിട്ട് ഇന്ന് ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻസ് എടുത്ത പണി. ബാക്കി മുഴുവൻ മറ്റേ ജാസ്മിൻ്റെ തന്നിഷ്ടപ്രകാരമുള്ള കുറേയധികം സംഭവങ്ങളൊക്കെ ആയിരുന്നു. അവസാനം കൂടുതൽ സമയം എടുത്തത് ജയിലിലെ ജാസ്മിൻ ആൻഡ് ജിൻഡോ തമ്മിലുള്ള ഒരു പ്രശ്നമൊക്കെ ആയിരുന്നു. അതിനകത്തേക്ക് ഇപ്പം ആരുടെ ഭാഗത്ത് ന്യായം പറയാനാണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കാരുടെയും ഒരു അപ്രോച്ച് നമുക്കറിയാം. അപ്പം അതിനകത്ത് ജിൻഡോ ഇപ്പം കാര്യമായിട്ടുള്ള കണ്ടൻറ്റൊന്നും, അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലുള്ള കണ്ടൻറ്റൊന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയതാണ്. കാരണം ലൈവിൽ നമ്മൾ കണ്ടൊന്നുമില്ലല്ലോ. പിന്നെ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജയിലിൽ കിടക്കുന്ന കാര്യത്തിനകത്ത് ജാസ്മിൻ പിടിച്ച മൊയലിന് 2 കൊമ്പും ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ന്യായമൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും പകലത്തെ ജാസ്മിൻ്റെ പെർഫോമൻസ് കണ്ട ആളുകൾക്ക് ജാസ്മിൻ എന്ത് കാണിച്ചാലും ദേഷ്യം വരും. കാരണം അത്രയധികം റൂഡായിട്ടാണ് പെരുമാറുന്നത്, ഭയങ്കര റൂഡായിട്ട്. ഒരു ഹൗസിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് ബിഹേവ് ചെയ്യേണ്ട ചില രീതികളുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഈ തോന്നിയാസത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ. ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ കുറച്ച് ന്യായത്തിൻ്റെ ഭാഗത്തൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അതേപോലെ തന്നെ തെറ്റുകൾ സമ്മതിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഫുള്ള് മറ്റേ എല്ലാ ആൾക്കാർക്കും എതിരെ പറയുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാർ ചെയ്യുന്ന ഒരു കാര്യം പോലും പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യില്ല. എന്താണ് ഈ മോഡെന്നുള്ളത് അറിയില്ല, എന്തോ ഒരു ഗെയിം മോഡാണ്. പിന്നെ ഗബ്രിയെ കുറിച്ചിട്ട് അഭിഷേക് പറഞ്ഞ ഒരു പരാമർശം, അപ്പോൾ ആ ഒരു വേർഡ് കൊള്ളത്തില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള സാധനം കറക്റ്റാണ്. ഗബ്രിയൊക്കെ ഏതൊരു കുഞ്ഞു കാര്യത്തിനും വലിയ ന്യായം പറഞ്ഞ് വൻ വിഷയം ഉണ്ടാക്കുന്ന ആളാണ്. എന്നാൽ ഈ ഡ്യൂട്ടി ചെയ്യാത്ത ജാസ്മിൻ്റെ ഒരു സമീപനത്തെ കുറിച്ചിട്ട് അയാൾക്കൊന്നും പറയാനൊന്നുമില്ല. അപ്പം ആ ഒരു കാര്യം കൊണ്ട് മാത്രം ജാസ്മിനെ പേടിച്ച് പുറകെ നടക്കുന്ന ഒരാളാണ് ഗബ്രി എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പിന്നെ ജാസ്മിൻ്റെ ഗെയിമിനോട് എനിക്ക് തോന്നുന്നു കൂടുതൽ ആരാധനയുള്ള, അതിലെന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്ന ഒരേ ഒരാൾ ഗബ്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ക്ലാരിറ്റി ഒന്നും കൊടുക്കാതെ എപ്പോഴും ഇങ്ങനെ പാമ്പർ ചെയ്ത് ആ ഒരു പുറകെ നടക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാലും നല്ല ബോറിങ് കുറേയധികം സാധനങ്ങളാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ദിലീപേട്ടൻ വന്നു, ആ ഒരു രസകരമായിട്ടുള്ള കുറേ കോൺവെർസേഷനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഷോ കണ്ടതുപോലെയാണ് പെരുമാറുന്നത്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ 3 ദിവസം ഇൻ്റർവ്യൂ എടുത്തിരുന്നു, പഠിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. നല്ലതായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എന്താണോ അദ്ദേഹം അവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഗെയിമുമായിട്ട് സിങ്ക് ചെയ്തൊക്കെ പറയാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവിടുത്തെ പ്രണയത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്, അതേപോലെ കെയർ ടേക്കർ, അതേപോലെ തന്നെ ക്യാപ്റ്റൻ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ എപ്പിസോഡിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയാം. പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചത് ഫുഡുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. എന്തുവാണ് വീണ്ടും ഈ പവർ ടീമും ക്യാപ്റ്റനും തമ്മിലുള്ള ഡിഫറൻസ് ആളുകൾക്കറിയില്ല. ക്യാപ്റ്റൻ വന്നിട്ട് പവർ ടീമിനോട് പറയുകയാണ്, നിങ്ങൾ ഫുഡ് എന്തുണ്ടാക്കണമെന്ന് പറഞ്ഞില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസണുകൾ മുന്നേ കണ്ടിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ആണല്ലോ, അവർക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതറിയില്ല. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഹൗസിൽ ദൈനംദിനം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വയ്ക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ രാവിലെ ഇപ്പം കഴിഞ്ഞ സീസണിലൊക്കെ ക്യാപ്റ്റനായിട്ടുള്ള ആളുകൾ കിച്ചൺ ടീമിനോടൊപ്പം നേരത്തെ എഴുന്നേറ്റ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സീസണുകളിലും അത് കണ്ട ദിവസങ്ങളുണ്ട്. ഇപ്പം യമുന റാണിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം ക്യാപ്റ്റൻ രാവിലെ ഫുഡിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. അത് പവർ ടീം പറഞ്ഞാലും ഇല്ലെങ്കിലും പവർ ടീമിനോട് സജഷൻ ചോദിക്കാം എന്ത് ഫുഡ് ഉണ്ടാക്കണമെന്നുള്ളത്. പക്ഷേ രാവിലെ കിച്ചൺകാരെന്ന് പറയുന്നത് അവിടെയുള്ള റൂമുകളൊക്കെ പോലെ തന്നെ അടുക്കള പണിക്കാരാണ്. അപ്പോൾ അവരാണ് രാവിലെ എഴുന്നേറ്റിട്ട് പവർ ടീമിനോടോ ക്യാപ്റ്റനോടോ ചോദിച്ചിട്ട് ഫുഡ് സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവർ വന്ന് പറഞ്ഞ് ഇവരുടെ ആവശ്യമല്ല. അപ്പോൾ കിച്ചൺ ടീം വൻ തോൽവിയായിരുന്നു. പക്ഷേ അൻസിബയുടെ കാര്യം എടുത്ത് പറയണമല്ലോ. അൻസിബ നല്ല രീതിയിൽ ഫുഡിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യും. അൻസിബ പലപ്പോഴും ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അൻസിബ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്തും അവിടെ ഒരു കൈസഹായമായിട്ട് ആ ഒരു ഏരിയയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവേണ്ടതാണ്. അതാണ് കിച്ചൺ ടീമിൻ്റെ ഒരു രീതി. അപ്പോൾ കിച്ചൺ ടീം വൻ പരാജയമായിരുന്നു. അതേപോലെ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് ക്യാപ്റ്റൻസി, ഇതുവരെ കൊണ്ടുവന്ന ആ ഒരു ക്യാപ്റ്റൻസി ചെറിയ രീതിയിൽ മങ്ങലേറ്റതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ജാസ്മിനാണ് പവർ ടീമിനോട് വന്ന് നിങ്ങൾ വന്ന് മൊഴിയേണ്ട ആവശ്യമില്ലെന്നോ അങ്ങനെ എന്തോ ഒരു വേർഡ്. കിച്ചൺ ടീമല്ലേ, അപ്പോൾ അടുക്കളപ്പണിക്കാർക്ക് ആ ഒരു സ്റ്റാൻഡിൽ നിന്നൂടെ? അപ്പോൾ ജാസ്മിൻ ഇവിടെ അടക്കം കുറേ അന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കിടന്ന് വാദിക്കുകയാണ്. ഭാഷ വളരെ മോശം. അതേപോലെ തന്നെ അൻസിബ പറയുന്ന ഒരു കാര്യമുണ്ട്,
ഇപ്പം ജാസ്മിൻ വരുന്ന ഒരു കാര്യം ചെയ്യുന്നു, പെട്ടെന്ന് ഓടുന്നു. അപ്പോൾ പിന്നെ അടുത്തൊരു ആവശ്യത്തിന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അൻസിബ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പൗസ് ചെയ്തിട്ട് അവിടേക്ക് പോകണം. അപ്പം അത് ഇപ്പോൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാലോ, അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതേപോലെ ജാസ്മിൻ ഈ ഡ്യൂട്ടി ചെയ്യുന്ന കാര്യത്തിൽ ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എപ്പോഴും വയ്യ, ജാസ്മിന് തീരെ വയ്യ. അത് പലപ്പോഴും മാനസികമായിരിക്കാം, ചിലപ്പോൾ ശാരീരികമായിരിക്കാം, അതേപോലെ തന്നെ ഫ്രണ്ട്സിനിടയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഇപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ഗെയിം വരുന്ന സമയത്ത്, ഒരു ഫിസിക്കലി അത്രയധികം എൻഗേജ്ഡ് ആവേണ്ട ഒരു ഗെയിം വരുന്ന സമയത്തും ജാസ്മിൻ ചാടി വന്നിട്ട് ഗെയിം കളിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജാസ്മിൻ്റെ ന്യായവാദങ്ങളോട് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. ഇതിനുശേഷം ദിലീപേട്ടൻ വരികയാണ്. ഒത്തിരി അധികം സമയം എടുത്തിട്ടാണ് കണ്ടസ്റ്റൻസ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തത്. എല്ലാം നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അപ്പം ഹായ് ഗബ്രി എന്ന് വിളിച്ചിട്ടാണ് കണ്ടസ്റ്റൻസിൽ ഒരാളുടെ പേര് ആദ്യം വിളിച്ചത് ഗബ്രിയുടെ ആണെന്ന് തോന്നുന്നു. ആളുകളോട് സംസാരിച്ച് തുടങ്ങിയത്, എല്ലാവരോടും ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഹായ് ഗബ്രി എന്നൊക്കെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഗബ്രിയും ദിലീപേട്ടനും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ചിട്ട് പറയുകയുണ്ടായി. ഗബ്രിയെ ഒരു ബ്രദറായിട്ട് ഇവിടെ നിന്ന് കിട്ടിയതായിട്ടും പറയുകയുണ്ടായി. കാരണം രണ്ടാൾക്കാരും കമലിൻ്റെ ചിത്രങ്ങളിൽ കൂടെ വന്ന ആളുകളാണ്. ഇപ്പം ഗബ്രിയുടെ ആദ്യ ചിത്രം കമലിൻ്റെ ചിത്രമായിരുന്നു, ദിലീപ് എന്ന നടൻ്റെ ആദ്യ ചിത്രവും കമലിൻ്റെ ചിത്രമായിരുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ഫീൽ അവർക്കുണ്ട് എന്നൊക്കെ പറയുന്നു. അതേപോലെ ജിൻഡോയും ശ്രീതുവും ഒക്കെ അവസരങ്ങൾ ചോദിക്കുന്നുണ്ട്. ജിൻഡോ ഒരു മടിയില്ലാതെ ഒരു അവസരം ദിലീപേട്ടനോട് ചോദിക്കുന്നുണ്ട്. പിന്നെ അപ്സരയ്ക്ക് ക്രഷ് തോന്നിയ ഒരാളാണ്. ഇപ്പോൾ വന്നപ്പോൾ മുതൽ തന്നെ ആ ഒരു മായ വലയത്തിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ അപ്സര പറയുകയുണ്ടായി. അതേപോലെ കണ്ടസ്റ്റൻസിൽ പല ആളുകളും ഇനി സിനിമയിലെ അവസരങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുമെന്നും മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ പ്രൊമോഷൻ കറക്റ്റായിട്ട് തന്നെ അവിടെ നടന്നു. അപ്പോൾ അതിനകത്ത് പ്രണയത്തെക്കുറിച്ചിട്ടൊക്കെ എടുത്ത് പറയുകയുണ്ടായി. അത് ചോദിക്കണം എന്നുള്ളത് ബിഗ് ബോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. കാരണം എൻ്റെ ദിലീപേട്ട, ഞങ്ങൾക്ക് വേറെ കണ്ടൻറ്റൊന്നുമില്ല ഇവിടെ. ജാസ്മിൻ അതേപോലെ തന്നെ ഗബ്രി ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഒരു പ്രണയം ഉണ്ട്, എന്നാലും അതേ ഉള്ളൂ ഇവിടെ. ഞങ്ങളുടെ ക്യാമറമാർക്കാണെങ്കിൽ അതേ എടുക്കാൻ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് കട്ട് ചെയ്തിട്ട് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് ദിലീപേട്ടൻ പ്രണയത്തെ കുറിച്ചിട്ട് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ മറ്റേ ആഗ്രഹിച്ചിരുന്നത് പോലെ കട്ട് ചെയ്ത് ജാസ്മിനിലേക്ക് അങ്ങ് സ്വിച്ച് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഇതൊന്നും അല്ലാതെ ഒരു മനോഹര പ്രണയമുണ്ട്, ഉള്ളിൽ ഒതുക്കിയ ഒരു മനോഹര പ്രണയമുണ്ട്. അത് അർജുൻ്റെ ആണ്. അർജുൻ്റെ സംസാരത്തിലും അതേപോലെ തന്നെ നോട്ടത്തിലുമൊക്കെ ഒരു പ്രണയം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുറത്ത് പറയാൻ മടിയുള്ള നമ്മുടെയൊക്കെ ഒരു ടീനേജ് ലവായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പം അത് മറ്റേ ശ്രീധുവിനോട് സംസാരിക്കുന്ന സമയത്ത് പ്രകടമാണ്. രണ്ടാൾക്കാർക്കും ഒരു നാണൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ഇതിനുശേഷം ജാസ്മിൻ റസ്മിനെയും ഗബ്രിയൊക്കെ ഗുണദോഷിക്കുന്നുണ്ട് തനിക്കൊപ്പം നിൽക്കാൻ വേണ്ടി. റസ്മിനൊക്കെ ഈ അന്യായത്തെക്കുറിച്ചിട്ട്, ജാസ്മിൻ്റെ അന്യായത്തെക്കുറിച്ചിട്ടും ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്ന ആ ഒരു സ്വഭാവത്തെക്കുറിച്ചിട്ടും എടുത്തു പറഞ്ഞിരുന്നു. അൻസിബ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പം ഗബ്രി പിന്നെ കേട്ടോണ്ടിരിക്കുമല്ലോ. ഗബ്രിക്ക് പിന്നെ ജാസ്മിൻ പറയുന്ന അല്ലാതെ വേറൊന്നും പറയാൻ ഓപ്ഷനില്ല. അയാളുടെ വാ മൂടപ്പെട്ടിരിക്കുന്നു. അപ്പം റസ്മിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്നും വന്ന് വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ, ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ജിൻഡോ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് പോകും. അതല്ലാതെ ജിൻഡോയും വലിയ കാര്യമായിട്ടൊന്നും പണിയെടുക്കുന്ന ടൈപ്പിലുള്ള ഒരു വ്യക്തിയല്ല. എന്നാലും ജിൻഡോ ഇങ്ങനെ ഒച്ചയൊക്കെ ഇടാതെ സൈഡായിട്ട് നൈസിക്കിടെ പോകുന്നതുകൊണ്ട് ആരും വലിയ രീതിയിൽ ചോദ്യം ചെയ്യില്ല. കാരണം വേറെ പല കാര്യങ്ങളുണ്ട് ജിൻഡോയ്ക്കെതിരെ പലർക്കും ഉപയോഗിക്കാൻ വേണ്ടി. അപ്പം റസ്മിനോട് ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് വയ്യ. അപ്പം ജാസ്മിൻ എപ്പോഴാണ് വയ്യാത്തതല്ലാത്ത അവസ്ഥ? പവർ റൂം ഇതിന് ശേഷം കിച്ചണിൻ്റെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഋഷി, ശരണ്യ, അതേപോലെ തന്നെ ശ്രീരേഖയൊക്കെ. അപ്പോൾ ശരണ്യൊക്കെ ശരിക്കും പറഞ്ഞാൽ പവർ റൂം എന്ന് പറയുന്ന ഒരു പരിപാടി ഉദ്ദേശിക്കുന്നത് തന്നെ, ഋഷിയൊക്കെ ഉദ്ദേശിക്കുന്നത് തന്നെ പിടിച്ചു നിന്ന് പോകാൻ വേണ്ടിയാണ്. അല്ലാതെ ഇവർക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇപ്പം വല്ലാത്തൊരു പേടിയാണല്ലോ, പലർക്കും ഭയങ്കര പേടിയാണ്. എന്തോ സംഭവിക്കും, പവർ റൂം അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. മേ ബി മറ്റേ സിബിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ കൊണ്ടൊക്കെ ആയിരിക്കണം, അവർക്ക് വല്ലാത്തൊരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വലിയ ആക്ഷനൊന്നും എടുക്കുന്നത് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ സിബിനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആണെങ്കിൽ ഇത് വലിയ പ്രശ്നമാണ്, പൂജയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നും ആവുന്നില്ല. പിന്നീട് പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത് ജയിൽ നോമിനേഷനാണ്. അപ്പം ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ജിൻഡോയെ ഇടാൻ വേണ്ടിയാണ് പവർ റൂം പ്ലാൻ ചെയ്യുന്നത്, പവർ ടീം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ശരണ്യയുടെ മുടിയിൽ പിടിച്ചു. ഗബ്രി ഉണ്ടല്ലോ പവർ ടീമിൽ. അപ്പം ഗബ്രി പവർ ടീമിലുണ്ട്. ഗബ്രിയാണ് ജിൻഡോയുടെ ഏറ്റവും മോശമായിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ചിട്ട് ഘോരം ആദ്യം തന്നെ പറയുന്നത്. പക്ഷേ ഗബ്രിയാണ് ഏറ്റവും മോശം ഗെയിം കളിച്ചത്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഗബ്രി പറയണ്ട. ഇപ്പോൾ ഗബ്രിക്ക് മനസ്സിലായി ഗബ്രി പറയണ്ട, അവർ പറയട്ടെ. അങ്ങനെ അവർ ജിൻഡോനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുകയാണ്. അയ്യോ, അതിനുശേഷം പല ആളുകളും ജാസ്മിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ആളുകളും നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് കാണണമായിരുന്നു. ഞാൻ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് ക്രൂരമായിട്ടുള്ള ഭാവം, പുച്ഛം, അതേപോലെ തന്നെ ആക്കൽ, അതുപോലെ ഭീഷണി, അങ്ങനെയുള്ള കുറേയധികം ഭാവങ്ങളുണ്ടായിരുന്നു, ഒത്തിരി അധികം ഭാവങ്ങൾ. ജാസ്മിൻ നന്ദനയുടെ ബ്ലാസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ബ്ലാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞതുകൊണ്ടായിരിക്കാം നന്ദന പിന്നീടും ജാസ്മിൻ്റെ അടുത്ത് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് ബ്ലാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നന്ദനെ ഒരു മികച്ച ഗെയിമറാക്കി പറയാനൊന്നും പറ്റത്തൊന്നുമില്ല.
നന്ദന അനാവശ്യമായിട്ടാണ് ഓരോരോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അൻസിബ ജാസ്മിനാണ് പറയുന്നത്. അൻസിബ വ്യക്തമായിട്ട് എന്താണ് ഇഷ്യൂ എന്നുള്ളത് തുറന്നു പറഞ്ഞു. എനിക്ക് എപ്പോഴും പോയി വിളിക്കാൻ പറ്റില്ല, ജിൻഡോ ചെയ്യട്ടെ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഞാൻ കിച്ചൺ ക്യാപ്റ്റനാണ്, ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടതുണ്ട്. അതേപോലെ ഒരു കാര്യം ചെയ്തിട്ട് പല വഴിക്ക് പോകുന്നു, പുറകെ നടക്കാനൊന്നും പറ്റില്ല. ജിൻഡോ ജാസ്മിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെ ജിൻഡോ പറയുന്നുണ്ട്. ഗെയിമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വന്ന് ഗെയിം കളിക്കും, പക്ഷേ കിച്ചൺ ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ഡ്യൂട്ടി ചെയ്യാത്ത കാര്യത്തെക്കുറിച്ചിട്ടാണ് ജിൻഡോയും പറയുന്നത്. നോറ ജാസ്മിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശ്രദ്ധക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ കിച്ചൺ ഡ്യൂട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല. അപ്പോൾ ഡ്യൂട്ടികളുടെ ഒരു കാര്യത്തിലും ജാസ്മിന് ശ്രദ്ധയില്ല. അപ്പം നോറ പറയുന്നതിനിടയ്ക്ക് ജാസ്മിൻ മോളെ എന്തുവാന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ വെറുപ്പിക്കുന്നുണ്ട്, വെറുപ്പിച്ച് പണ്ടാരടക്കുന്നുണ്ട്. നന്ദനയും ജാസ്മിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. എപ്പോഴും അൻസിബയാണ് കിച്ചണിൽ നിൽക്കുന്നത്. ശ്രീതു ജാസ്മിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. എല്ലാ തവണയും ശ്രീതു ജാസ്മിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നന്നാവും വരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ശ്രീതു പറയുന്നത്. അപ്സര ആൻഡ് റസ്മിൻ സായി ആണ് നോമിനേറ്റ് ചെയ്യുന്നത്. അവർ ബിഗ് ബോസ് പറഞ്ഞ ആ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആക്റ്റീവ് അല്ല, സായി ആക്റ്റീവ് അല്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ സിജോ നന്ദനയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഒരു ടാർഗറ്റ് ഉണ്ട് നന്ദനയ്ക്ക്, പക്ഷെ പ്രിപ്പയർഡ് അല്ല. അതൊന്നും പഠിക്കാതെ ചുമ്മാ അങ്ങോട്ട് മറ്റേ കാർഡടച്ച് വെടിവെക്കുന്ന പരിപാടിയാണ്. അത് സത്യമാണ് സിജോ പറഞ്ഞത്. സിജോയുടെ ഒബ്സർവേഷൻ കറക്റ്റാണ്. പക്ഷേ സിജോയുടെ ഗെയിം പ്ലാൻ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അഭിഷേക് ജയദീപ് ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്നത് അലറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല, കിച്ചൺ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണ്, അത് ചെയ്യേണ്ടതുണ്ട്. അഭിഷേക്, ശ്രീകുമാർ, അൻസിബ ഒറ്റയ്ക്കാണ് ജോലികളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജിൻഡോ ആൻഡ് ജാസ്മിൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു. കണ്ടസ്റ്റൻസിനെ എല്ലാം ഉൾമുനയിൽ നിർത്തി എല്ലാ ആൾക്കാരെയും ചോദ്യം ചെയ്യുന്ന വലിയ പ്രകടനം. അപ്പോൾ അതിനകത്ത് അൻസിബയൊക്കെ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷേ ജാസ്മിൻ്റെ ഒരു ലെവലിലേക്ക് അവർക്ക് പറ്റിയില്ല. അവസാനം അൻസിബ ചെവി പൊത്തുന്നുണ്ട്. ഇതിനിടയ്ക്കൊക്കെ ജാസ്മിൻ ഇങ്ങനെ പുട്ടിന് പേര് പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ചത്ത് കിടന്ന് ഗെയിം കളിച്ച്. ആർക്ക് വേണ്ടി ഗെയിം കളിച്ച്? ജാസ്മിന് വേണ്ടി ഗെയിം കളിച്ച്. ഇപ്പോൾ പവർ ചലഞ്ച് പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് പവർ ടീമിൽ കയറാൻ വേണ്ടി ഗെയിം കളിച്ച്. അത് മൊത്തം ഹൗസിലുള്ള ആളുകൾക്ക് വേണ്ടിയാണോ? അല്ല, ജാസ്മിൻ്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഗബ്രിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ വന്നിട്ട് ചത്ത് കിടന്ന് ഗെയിം കളിച്ചതിൻ്റെ കഥ എല്ലാവരോടും പറയുന്നത് എന്തിനാണ്? എല്ലാവർക്കും ഗുണപ്പെടുന്ന, എല്ലാവരുടെയും സ്വൈര്യ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിലും ജാസ്മിൻ ഇടപെടില്ല. ഹൗസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്, അതിൽ ജാസ്മിൻ ഇടപെടില്ല. ഈ ജാസ്മിൻ 2 പോയിന്റ് ഗെയിം കളിച്ച് നേടിയതിന് ബാക്കിയുള്ള ആൾക്കാർ എന്തിനാണ് ജാസ്മിന് കൈയടി കൊടുക്കേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ജാസ്മിൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ. ജാസ്മിൻ ഇപ്പം ഒരു പണിയും ചെയ്യാതെ ഗെയിം വരുന്ന സമയത്ത് ഓടി വന്ന് അത്രയധികം ചാടി മറിഞ്ഞ് ഗെയിം കളിക്കുന്നത് ബാക്കിയുള്ള ആളുകളുടെ ഗുണത്തിന് വേണ്ടിയാണോ? അല്ല. അതേപോലെ ഇന്നലെ ജിൻഡോയുടെ ടീമിൽ നിന്നിട്ട് ജിൻഡോയ്ക്കെതിരെ പറയുന്നതും ആ ഒരു ടീമിനെതിരായിട്ട് സംസാരിക്കുന്നതും ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയാണോ? ടീമിൻ്റെ ഒപ്പം പോലും നിൽക്കത്തില്ല, സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഗെയിം കളിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറയാനായിട്ട് കുറച്ചൊരു കോമൺ സെൻസ്. നോറ ഇതിനിടയ്ക്ക് അത്യാവശ്യം വെറുപ്പിക്കുന്നുണ്ടെങ്കിലും ചില പോയിന്റുകളൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. റസ്മിനോടൊക്കെ പറയുന്നത് കുറച്ച് മനുഷ്യത്വമൊക്കെ ഞാൻ കാണിച്ചു, എന്നാലും അവളുടെ ബിഹേവിയർ ശരിയല്ല. ഈ നോറ നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു സംസാര രീതിയുള്ളൊരു വ്യക്തിയാണെങ്കിലും ഈ ഗെയിമൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നോറയെ നമുക്ക് പറ്റില്ല. നോറയുടെ സംസാരം ഭയങ്കര ലെങ്തിയാണ്. അനാവശ്യമായിട്ട് പല കാര്യങ്ങളും വലിച്ചഴച്ച് സ്വന്തം കാര്യം മാത്രം അതിനകത്ത് നിറയ്ക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിനകത്ത് ബോറടിക്കും. പ്രേക്ഷകനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പരാജയമാണ്. ഇതിനിടയ്ക്ക് ജാസ്മിൻ പറയുന്നുണ്ട് ആർക്കും ആരെയും വെറുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നെ ജയിലിലേക്ക് ഇട്ടത്. അതിപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ അല്ല എങ്കിൽ ചില ദിവസങ്ങളിൽ അത് പറയുന്നതിനകത്ത് ന്യായമുണ്ട്. ഇന്ന് ജാസ്മിൻ തന്നെയാണ് ജയിലിൽ പോകാനായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വ്യക്തി. ജാസ്മിനും ജിൻഡോയാണ് ഫെയറാണ്, വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനുശേഷം മറ്റേ ജയിലിലുള്ള കണ്ടന്റ് ആയിരുന്നു, അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം സിജോ അടക്കമുള്ള ആളുകൾ ജിൻഡോയ്ക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് ജാസ്മിന് ദേഷ്യം വന്നിട്ട് തല്ലുന്നുണ്ട്. പറഞ്ഞത് ഫിസിക്കൽ അസോൾട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, തല്ലുന്നുണ്ട്. അങ്ങോട്ട് മാറി കിടക്കാന്ന് പറഞ്ഞ് തല്ലുന്നുണ്ട്. നന്ദൻ എപ്പോഴത്തേനും അവിടെ നിന്ന് എന്തോ അലാറം അടിക്കുന്നത് അല്ലെ ഓണായിട്ട് അതിലൊരു കണ്ടന്റ് തപ്പുന്നുണ്ട്. അല്ലെങ്കിൽ ജിൻഡോ പോലും ആ കേസ് എടുത്തില്ല. അപ്പം മറ്റേ ജയിലിൽ സഹതടവുകാർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ക്യാപ്റ്റൻ ഇടപെടുന്നുണ്ട്, എല്ലാ ആൾക്കാരും ഇടപെടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു ബോറിംഗ് ലൈവായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന് ശനിയാഴ്ചയുടെ ഒരു പ്രതീതിയായിരുന്നു. മൊത്തത്തിലൊരു ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള സംഭവം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.